കൈക്കൂലി കേസിൽ തിരൂർ നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അറസ്റ്റിലായതിന് പിന്നാലെ നഗരസഭാ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച് ആരോഗ്യ വിഭാഗം ജീവനക്കാരിയുടെ പോസ്റ്റ്. ഭക്ഷ്യവിഷബാധയുണ്ടായതിനെ തുടർന്ന് പരാതി നൽകിയതിന് പിന്നാലെ നഗരസഭയിലെ ചില ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പണം തട്ടലും അത് പൊളിച്ചതും വിവരിച്ചാണ് ജീവനക്കാരിയുടെ കുറിപ്പ്. നഗരസഭാ ഭരണസമിതിയിലെ ഉന്നത അംഗത്തിന്റെ ഭർത്താവിന്റെ പേരുൾപ്പെടെ പരാമർശിച്ചുള്ള പോസ്റ്റ് എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. നഗരസഭാ കൌൺസിലറുടെ ഭർത്താവും മുതിർന്ന ജീവനക്കാരനുമായ ഉദ്യോഗസ്ഥന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. 4 മാസം മുൻപ് റാസി ഹോട്ടലിൽ നിന്ന് വരുത്തിയ മന്തി കഴിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥയ്ക്കും മകനും ഭക്ഷ്യവിഷബാധയുണ്ടായതായി പോസ്റ്റിൽ പറയുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും വിവരം മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ചെയ്തുവെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ബിൽ തുകയും മറ്റ് ചിലവുകളും വാങ്ങിത്തരാൻ തൽക്കാലം പരാതി കൊടുക്കണ്ട എന്നറിയിച്ചതായും പറയുന്നു. എങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നതായി ഇവർ വെളിപ്പെടുത്തുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. എന്നാൽ അതിനു പിന്നാലെ ജയച്ചൈമാരായ 3 പേർ ഹോട്ടലിൽ ചെന്ന് തന്റെ ജീവന്റെ പേരിൽ വിലപേശി കാശ് വാങ്ങുകയും അതിൽ 10,000 രൂപ വീട്ടിലെത്തിച്ചതായും വെളിപ്പെടുത്തുന്നുണ്ട്. ആശുപത്രി വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് 10,000 രൂപ എത്തിച്ച വിവരം ഉദ്യോഗസ്ഥർ അറിയുന്നത്. അതോടെ ഹോട്ടലിൽ ചെന്ന് പണം തിരികെ നൽകി. ഒരാളുടേതും ഒന്നും വാങ്ങി ശീലമില്ല എന്ന് ഹോട്ടലുകാരെ അറിയിച്ചാണ് പണം നൽകിയിട്ടുള്ളത്. തന്റെ മേലുദ്യോഗസ്ഥർ തന്റെ പേരിൽ നടത്തിയ വെട്ടിപ്പ് ഇതോടെയാണ് പുറത്തായത്. ഹോട്ടൽ ജീവനക്കാരി നൽകിയ പണം എണ്ണിയപ്പോൾ അവർ നൽകിയ അത്ര ക്യാഷ് ഉണ്ടായിരുന്നില്ല. അതോടെ അവർ നൽകിയ തുക വെളിപ്പെടുത്തി. എന്നാൽ ജീവനക്കാരിക്ക് ഉദ്യോഗസ്ഥർ വാങ്ങിയ തുകയുടെ 4ൽ 1 ഭാഗം മാത്രമാണ് കൈമാറിയിരുന്നത്. ബാക്കി തുക ഉദ്യോഗസ്ഥർ പങ്കിടുകയായിരുന്നുവത്രേ. സംഭവം വിവാദമായതോടെ കൂടുതൽ പണം തട്ടാൻ താൻ മെനയുന്ന കഥയാണെന്ന് ഉദ്യോഗസ്ഥർ പ്രചരിപ്പിച്ചതായും പോസ്റ്റിൽ പറയുന്നുണ്ട്. 1.5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാതിരുന്നതോടെ ജീവനക്കാരി കോടതിയെ സമീപിക്കുക മാത്രമാണ് കൈമാറിയിരുന്നത്. ബാക്കി തുക ഉദ്യോഗസ്ഥർ പങ്കിടുകയായിരുന്നുവത്രേ. സംഭവം വിവാദമായതോടെ കൂടുതൽ പണം തട്ടാൻ താൻ മെനയുന്ന കഥയാണെന്ന് ഉദ്യോഗസ്ഥർ പ്രചരിപ്പിച്ചതായും പോസ്റ്റിൽ പറയുന്നുണ്ട്. 1.5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാതിരുന്നതോടെ ജീവനക്കാരി കോടതിയെ സമീപിക്കാൻ തയ്യാറെടുത്തു. അതോടെയാണ് കൂടുതൽ തുക വാങ്ങിയത് ഉദ്യോഗസ്ഥർ സമ്മതിച്ചത്. ഒരു ഉദ്യോഗസ്ഥൻ കരഞ്ഞുകൊണ്ട് പറ്റിപ്പോയി എന്നും എല്ലാം ചെയ്തത് മറ്റ് 2 പേരുമാണെന്നും വ്യക്തമാക്കിയതായും പോസ്റ്റിൽ പറയുന്നു. അതോടെ കേസുമായി മുന്നോട്ടു പോകാതിരിക്കാൻ നഗരസഭയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതായി ജീവനക്കാരി വെളിപ്പെടുത്തുന്നു. ഒടുവിൽ പണം തന്റെ സാന്നിധ്യത്തിൽ 3 HIമാർ ചേർന്ന് കൊണ്ടുപോയി കൊടുത്തതായും ജീവനക്കാരിയുടെ പോസ്റ്റിലുണ്ട്. നഗരസഭയെ ബാധിച്ച കൊടും വൈറസിനെ ഇല്ലാതാക്കുന്നതിന് എന്നെ ബാധിച്ച ഫുഡ് പോയിസൺ കാരണമാകുന്നു എങ്കിൽ എനിക്കതിൽ ചരിതാർത്ഥ്യം മാത്രം എന്നുവരെ ജീവനക്കാരി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിശദമായി പോസ്റ്റ് ചെയ്യാൻ ഇരുട്ടിന്റെ മറ ആവശ്യമില്ല എന്നും ജീവനക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുർവേദ വെൽനസ് കേന്ദ്രത്തിന്റെ പേരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനെയും പിന്നീട് JHI സതീഷിനെയും പോലീസ് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ആരോഗ്യ വിഭാഗം ജീവനക്കാരി തനിക്കുണ്ടായ ദുരനുഭവം വിശദമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ വിഭാഗം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നുവെന്നാണ് ജീവനക്കാരിയുടെ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഗുരുതരമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഭരണസമിതി അറിഞ്ഞ മട്ട് വെച്ചതുമില്ല. അതേസമയം വിവാദ ഉദ്യോഗസ്ഥർ നഗരസഭയിൽ സസുഖം വിലസുകയും ചെയ്യുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ.
35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.